ഹലോ. അപ്പം യൂട്യൂബിൽ ഞാൻ കുറേ വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിൽ സ്മിത്തൻ ആപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു പറഞ്ഞിട്ട് കുറേ ട്രെൻഡിങ് ആയിട്ട് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ അത് ശരിയാണോ, എനിക്കും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ആ വീഡിയോസൊക്കെ ഒരു 1 year മുൻപ് അവർ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. ഇപ്പോഴും അങ്ങനെ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്മിത്തൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതിൽ അവരുടെ തമ്മിലൊക്കെ കാണുന്നത് 199 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടി, 10 പ്രൊഡക്ട്സ് കിട്ടി, ഗിഫ്റ്റ് കിട്ടി, അങ്ങനെയൊക്കെയാണ് തമ്മിലായിട്ട് ഇട്ടത്. അപ്പോൾ അവർ വീഡിയോസ് എടുത്ത് തുറന്നു നോക്കിയപ്പോഴും അങ്ങനെ തന്നെ കാണുന്നത്. പക്ഷെ ഇപ്പോൾ സംഭവങ്ങളൊക്കെ മാറി. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ആപ്പിൽ. അപ്പോൾ അത് വേണ്ട, അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ല എന്ന് വെച്ചാൽ ഞാൻ അത് അൺഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ ഒരാഴ്ചത്തോളം അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് മെസ്സേജ് പരസ്യങ്ങളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ കൂപ്പൺ കോഡ് 10% എത്രയോ ശതമാനം കൂപ്പൺ അങ്ങനെ പറഞ്ഞിട്ട് കൂപ്പൺ കോഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനത് വീണ്ടും ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിയപ്പോൾ അത് അപ്ലൈ ചെയ്തപ്പോൾ എത്രയോ 15 രൂപയോ 25 രൂപയോ അങ്ങോട്ട് കുറഞ്ഞു. അങ്ങനെ എനിക്ക് 215 രൂപയ്ക്ക് കിട്ടിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു കേട്ടോ. ട്രയൽ പ്രൊഡക്ട്സ് ആണിത്. ശരിക്കുള്ള ക്വാണ്ടിറ്റിയിലുള്ളതല്ല, നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ മിനി പാക്കുകളായിട്ട് അവർ സംഭവങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്ര ഉണ്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗിഫ്റ്റും ഒക്കെ നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്തു. ഓൾറെഡി അൺബോക്സ് ചെയ്തു എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാം ഉണ്ടോ, ചിലവരുടെ വീഡിയോസ് ഞാൻ ഫുൾ കണ്ടപ്പോൾ പറഞ്ഞു അവർ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് അല്ല വന്നേക്കുന്നുണ്ട്. ട്രയൽ ആയ കാരണത്തിൽ നമുക്ക് തിരിച്ചയക്കാൻ പറ്റില്ല. തിരിച്ചയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അത് കിട്ടിയാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് സംഭവം. ട്രയൽ എന്ന് പറയുമ്പോൾ 6 പോയിന്റ്സാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരിക. ഓരോ പോയിന്റ് 6 പോയിന്റ്. 6 പോയിന്റിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് ഞാനെല്ലാം വാങ്ങിയിട്ടുള്ളത് 1 പോയിന്റ് വീട്ടിലുള്ള ഒരു പോയിന്റ് അങ്ങനെ കണക്കായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് 6 എണ്ണം കിട്ടും. അപ്പോൾ ഓരോ പോയിന്റ് വീതം 6 എണ്ണം കിട്ടും. അപ്പം അങ്ങനെ 1 പോയിന്റ് വെച്ച് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാവും. 2 പോയിന്റിൻ്റെ ഉണ്ട്, 3 പോയിന്റിൻ്റെ ഉണ്ട്, 10, 14 അങ്ങനെ കുറേ പോയിന്റുകളുടെ ഉണ്ട്. പോയിന്റുകൾ കയറുന്നതനുസരിച്ച് എന്താ പറയുക, ആ സംഭവം അത്രയും സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ നല്ല റെനിയുടെ അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഇതല്ലേ, പോപ്പുലാരിറ്റി അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കുകൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ 6 പോയിന്റ് 3 പോയിന്റ് അങ്ങനെയൊക്കെ വരും. ട്രയലാവുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. ചെറിയതായിട്ട് എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ട് ചെറിയ പാക്കായിട്ടാണ് നമുക്ക് വരിക. അപ്പം ഞാൻ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഗിഫ്റ്റ് ഓപ്ഷനുണ്ട്. എനിക്ക് ഗിഫ്റ്റായിട്ട് അതിലേക്ക് തന്നിരിക്കുന്നത് ഈ ഒരു പൗച്ചാണ്. പൗച്ചും പിന്നെ പൗച്ച് കോംബോ ആയിട്ടാണ് ഗിഫ്റ്റ് വരുന്നത്. പൗച്ചും പിന്നെ ടോണർ. ഈ ടോണർ ഞാൻ അല്ലാണ്ട് സെലക്ട് ചെയ്യാനിരുന്നതാണ്. അപ്പോഴാണ് ഗിഫ്റ്റ് ഓപ്ഷനിൽ ഈ ടോണർ ഉണ്ടെന്ന് കണ്ടത്. അത് കാരണം ഞാൻ 1 പോയിന്റ് കൊടുത്തിട്ട് ടോണർ വാങ്ങിച്ചില്ല. ഗിഫ്റ്റിന് പോയിന്റ്സ് ഇല്ല, ഫ്രീ തന്നെയാണ്. പല സമയത്തും ഗിഫ്റ്റുകൾ മാറി ഇരിക്കും കേട്ടോ. പിന്നെ പോയിന്റ് ഇല്ലാണ്ട് 0 പോയിന്റ്സിലും സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ 0 പോയിന്റിലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇത് ഗിഫ്റ്റ്, ഇതും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നല്ല മണം, അടിപൊളി. എനിക്ക് അടിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് അടിക്കണം, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അടിക്കണം. നല്ല മണം. ഇത് നമ്മുടെ സ്മിത്തൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് പിൽഗ്രിമിൻ്റെയാണ് ഈ ടോണർ വരുന്നത്. സ്പ്രേ ആണ്. ഞാൻ 2 വട്ടം യൂസ് ചെയ്തു. എനിക്ക് ടോണർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല, 2 വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ എങ്ങനെയുണ്ട് സംഭവം. പിന്നെ പെർഫ്യൂമാണ് കേട്ടോ. ചെറുതാണ് കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. പഠിച്ചിട്ട് തുറന്നിട്ടില്ല ഞാനത്. സൂപ്പറാണ്. എനിക്ക് ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് 3 ഇങ്ങനെയാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. കുറേ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, 2 കോംബോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കോംബോയാണ് സെലക്ട് ചെയ്തത്. കാരണം ഞാൻ ടോണർ എന്തെങ്കിലും വാങ്ങാനായിട്ട് ഇരുന്നതാണ്. പെർഫ്യൂമും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കോംബോ സെലക്ട് ചെയ്തു. അങ്ങനെ ഇത് ഗിഫ്റ്റ് കേട്ടോ മാറ്റിയിരിക്കാം. ഇനിയുള്ളത് ഇത് 0 ട്രയൽ പോയിന്റിൻ്റെയാണ്. ഇതൊരു വൗച്ചറാണ്. 200 രൂപയുടെ ഫ്ലാറ്റ്, 200 രൂപ ഫ്ലാറ്റ് അങ്ങനെയാണ് സംഭവം. ഇതിൻ്റെ തന്നെ വാങ്ങണം തോന്നുന്നു. അപ്പോൾ 200 രൂപ, 999 രൂപയ്ക്ക് മേളിലുള്ളത് വാങ്ങുമ്പോഴാണ് തോന്നുന്നു 200 രൂപ ഫ്ലാറ്റായിട്ട് കിട്ടുന്നത്. നോക്കാം എത്ര നാളുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നോക്കാനും പറയണേ.
നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് 0 പോയിന്റ് കേട്ടോ, ഇതിനും പോയിന്റ് ഇല്ല. ഇനിയുള്ള 6 പോയിന്റിൻ്റെ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഒരു പോയിന്റിൻ്റെയാണ് കേട്ടോ. ഇത് സൺസ്ക്രീനാണ്, സൺസ്കൂപ്പിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. കാണില്ലല്ലേ? കണ്ടില്ലേ? സൺസ്ക്രീനാണ്. ഇതിലൊരു കാര്യമുണ്ട്, ക്വാണ്ടിറ്റി ഇത്രേ ഉള്ളൂ, ചെറിയ സംഭവം 6 ഗ്രാമാണ് ഇതിൽ. ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് ഒരു വട്ടം സംഭവം വന്നു, ഇങ്ങനെ വരുന്നില്ല. അത് എത്ര പുഷ് ചെയ്തിട്ടും സ്ക്വീസ് ചെയ്തിട്ടും വരുന്നില്ല. അപ്പോൾ മനസ്സിലായില്ലേ? ട്രയലാണ് ഈ സംഭവം. ട്രയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വട്ടമൊക്കെ യൂസ് ചെയ്യാം. സൺസ്ക്രീൻ അതിന് വാങ്ങിച്ചപ്പോൾ ചെറിയ സൺസ്ക്രീൻ കുറേ ഉണ്ടാവുന്നു. അപ്പം ഇല്ല, കാര്യമായിട്ട് സംഭവമില്ല. ഒരു വട്ടമൊക്കെ യൂസ് ചെയ്യാം, എന്നാലും നമ്മുടെ എൻ്റെ മുഖത്തൊന്നും അത് തികഞ്ഞില്ല. അത് അങ്ങനെ ഒരു പോയിന്റ്സിൻ്റെ ഇവിടെ വയ്ക്കാം. ഒരു പോയിന്റ്. പിന്നെ ഒരു പോയിന്റിൻ്റെ വാങ്ങിച്ചിട്ടുള്ളത് ചൂടാണ്. പിന്നെ ഒരു പോയിന്റിന് വാങ്ങിച്ചിട്ടുള്ളത് മാക്സ് ഇൻറ്റൻസ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ്, ചെറുതാണ്, 10 ഗ്രാമാണ്. മോയ്സ്ചറൈസറാണ്, നല്ലതായിട്ടാണ്. 2 വട്ടം യൂസ് ചെയ്തു. ഇതും പറഞ്ഞ പോലെ സംഭവം യൂസ് ചെയ്തിട്ട് വലിയ കാര്യമായിട്ടൊന്നും വരുന്നില്ല. യൂസ് ചെയ്തൊന്നും നല്ലതായിട്ട് തരുന്നത് നമ്മുടെ അവിടെ യൂസ് ചെയ്ത് ഐ മീൻ ബാക്കിയുള്ളത് യൂസ് ചെയ്തിട്ട് വരുന്നതല്ല വരുന്നത്. ഇവിടെ മറ്റേ സംഭവമൊക്കെ ഉണ്ട്, സീലൊക്കെ ഉണ്ടായിരുന്നു, പൊട്ടിച്ചാട്ടാ. ക്രീമൊക്കെ നല്ലതായി ആയിരുന്നു. ഡോക്ടർ റെഡ്ഡീസ് വെനൂസിയ മാക്സ് ഇൻറ്റൻസ് മോയ്സ്ചറൈസിങ് ക്രീം വിത്ത് യൂണീക്ക് കോമ്പിനേഷൻ ഓഫ് ബട്ടേഴ്സ്. സംഭവം നല്ല സംഭവമാണ്, പക്ഷേ ഇല്ല, വെയിറ്റ് ഉണ്ട്. ഇതിന് അടപ്പിനാണോ എനിക്കറിയില്ല, വെയിറ്റ് ഉണ്ട്. സംഭവം വരുമായിരിക്കും. അങ്ങനെയാണിത്. നിറഞ്ഞു കവിഞ്ഞൊന്നും ഇരിക്കുന്നില്ല കേട്ടോ, ട്രയലാകുമ്പോൾ കുറച്ചുള്ളൂ. അങ്ങനെ ഇത് ഒരു പോയിന്റ്, അങ്ങനെ 2 പോയിന്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഇതെന്തോ ഒരു ഗിഫ്റ്റ് എന്നാണ് ഇതിൻ്റെ കൂടെ എഴുതിയിട്ടുള്ളത്. ഇത് വല്ല വൗച്ചറാണോ എനിക്കറിയില്ല. അതെ, വൗച്ചറാണ്. 15% ഫ്ലാറ്റ്. വൗച്ചറാ വെക്കിട്ടാ, അങ്ങനെയല്ലേ ഇതിപ്പോൾ? എനിക്കറിയില്ല കേട്ടോ. ആഗസ്റ്റ് 23 അറിയില്ല. ഇത് വായിച്ചു നോക്കണം, ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. ഞാൻ വായിച്ചു നോക്കട്ടെ. ഗിഫ്റ്റ് എന്നാണ് ഈ ഒരു കാർഡിന് അവിടെ ഫ്രീ ഗിഫ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതപ്പോൾ 1 പോയിന്റ്, ഒരു ട്രൈ പോയിന്റ്, 2 ട്രൈ പോയിന്റ് ആയി. പിന്നെ പ്ലമ്മൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഓരോ എന്താ പറയുക സംഭവമില്ലേ, കൊളാബറേഷനും കാര്യങ്ങളൊക്കെ ഈ പ്ലം എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടുള്ളൂ. പ്ലമ്മിൻ്റെ ഇതൊരു പോയിന്റിയാണ്. ഇത് വെയ്റ്റ്ലെസ് ഫൗണ്ടേഷനാണ്, പക്ഷേ കുഴപ്പമില്ല. എൻ്റെ സ്കിന്നിൻ്റെ കളറൊന്നുമില്ല, അതിന് എന്നാലും യൂസ് ചെയ്യും. നമുക്കത് അവരിങ്ങനെ ഷെയ്ഡോ കാര്യങ്ങളൊന്നും എഴുതുന്നില്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തേനെ. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ നൈസായിട്ട് ഞാൻ 2 വട്ടം യൂസ് ചെയ്തു, ചെറിയ ഡോട്ടാക്കിയിട്ട്. അങ്ങനെ ഫൗണ്ടേഷൻ ഒരു 3ാമത്തെ ട്രൈ പോയിൻ്റാണ്. 3 പോയിന്റ്സ് കഴിഞ്ഞു. ഭയങ്കര ചൂടാതെ ഞാൻ ഇന്ന് തറയിലിരുന്നേ. കട്ടിലേൽ ഒക്കെ കസറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല. തറയിൽ നല്ല തണുപ്പുണ്ടാവും, തറയിലിരുന്നു. വയറ് ചെറുതായിട്ട് ആയില്ലതാ, ചെറിയൊരു പമ്പ്. ഓക്കെ, പിന്നെ അടുത്തത് ഇതിലൊക്കെ റേറ്റിൽ ഉണ്ടാവില്ല. ട്രയലൊന്നും അങ്ങനെ ഉണ്ടാവില്ല, റേറ്റ് ഉണ്ടാവില്ലല്ലോ അല്ലേ? പക്ഷെ ഇതിൽ റേറ്റ് എഴുതിയിട്ടുണ്ട്. ഇതിലൊന്നും റേറ്റ് ഇല്ല, ട്രയൽ തന്നെ എഴുതിയിട്ടുണ്ട്. സാമ്പിൾ നോട്ട് ഫോർ സെയിലിന് എഴുതിയിട്ടുണ്ട്. ഇത് പിന്നെ ട്രെസമ്മയുടെ ഷാമ്പൂ കണ്ടീഷണർ എനിക്ക് യൂസ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഭയങ്കര റേറ്റാണ്, നടക്കില്ല അതൊന്നും ഇപ്പോൾ. ട്രെസമ്മയുടെ കെരാറ്റിൻ സ്മൂത്ത് വിത്ത് ആർഗൻ ഓയിൽ ഹെയർ സെറമാണ്. ഇതിൽ തന്നെ ബിഫോർ ആഫ്റ്റർ എന്ന് എഴുതിയിട്ട് നമുക്കൊരു പടമൊക്കെ കാണിക്കും, ബിഫോർ ആഫ്റ്റർ. ഇങ്ങനെ മുടി നല്ലോണം ഇങ്ങനെ, ഇതിപ്പോൾ എണ്ണയൊക്കെ ഉണ്ട്, മുടി നല്ലോണം എനിക്കിങ്ങനെ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കട്ട് ചെയ്യാനല്ല, നമ്മൾ എന്താ പറയുക, നല്ല വിട്ട് നല്ല ഭംഗിയിൽ കിടക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് 1 ട്രൈ പോയിൻ്റാണ്. ഡ്രസ്സമ്മീന്ന് കണ്ടപ്പോൾ ഞാനത് അങ്ങനെ തന്നെ വാങ്ങി. 40 രൂപ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സെറാണ് കേട്ടോ, സെറം. അങ്ങനെ 1 2 3 4 പോയിന്റ്സ് കഴിഞ്ഞു. 4 ട്രൈ പോയിന്റ് ഉണ്ട്, 2 ട്രൈ പോയിന്റ് ഉണ്ട്. സോറി, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു. ഗിഫ്റ്റിൻ്റെ കൂടെ ഇത് 0 ട്രൈ പോയിന്റ് ആണ് കേട്ടോ, അറിയാം. ഇത് 3 ഗിഫ്റ്റ് കോംബോ. ഇതിലുള്ളതാണ് 3ാമത്തെയാണ് ഇത്.
ലിപ്സ്റ്റിക്കാണ്, റെയിനിയുടെ ലിപ്സ്റ്റിക്ക്. ഞാനിത് ഇൻസ്റ്റയിൽ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കളർ അധികം വെക്കില്ല, നമ്മുടെ ചുണ്ടിൻ്റെ pH വാല്യൂ അനുസരിച്ചാണ് അതിന് കളർ വരും. നമ്മുടെ ലിപ്പിന് കളർ വരുന്നത്. ഞാനൊരു വട്ടം ഫുള്ളൊരു ബാമ്പ് പോലെയാണ്, അധികം കളർ ഒന്നും വരുന്നില്ല. തേക്കുമ്പോൾ പൊട്ടോ മണമൊക്കെ ഉണ്ട്. നമ്മുടെ ചുണ്ടിൻ്റെ pH വാല്യൂവിന് അനുസരിച്ച് അത്രയും ഷെയ്ഡ് വരിക, കളർ വരിക. വലിയ കളറൊന്നും വരില്ല. അപ്പോൾ ഇത് മൂന്നാണ് ഗിഫ്റ്റ് കോംബോ ആയിട്ട് വന്നത്. അപ്പോൾ തന്നെ എനിക്ക് സന്തോഷം. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു, അവരൊക്കെ ഓരോരുത്തർ ഇങ്ങനെ റിവ്യൂ ഇടുമ്പോൾ സെലക്ട് ചെയ്യുന്നതല്ല വരുന്നത്, പണി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നാണ് ഗിഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര ടയർ പോയിട്ട് പറഞ്ഞെന്ന് അറിയോ? 1 2 3 4 കഴിഞ്ഞത്. ഈ 2 അടുത്തതാണ് ബോഡി ലോഷനാണ്. കാലസ്റ്റയുടെ റൊമാൻസ് ബോഡി ലോഷൻ, റോസിൻ്റെ ഫ്ലേവറാണിത്. ഇതും ഭയങ്കര ഒരു സ്മെല്ലാണ്. എന്തെങ്കിലും സ്മെല്ലാണെനിക്ക് പറഞ്ഞറിയാം. ബ്ലീച്ച് ഇല്ലേ, നമ്മൾ ബ്ലീച്ചിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് യൂസ് ചെയ്യാമോ? ഞാൻ ഹൈഡ്രേറ്റ് ആക്കുമെന്നൊക്കെയാണ് പറയുന്നത്. യൂസ് ചെയ്യുമെന്ന് അറിയില്ല, നോക്കണം. ഇത് 1.200 ml ആണിത്. പിന്നെ വന്നിരിക്കുന്നത് അങ്ങനെ ലാസ്റ്റത്തെ 6ാമത്തെ ട്രയൽ പോയിന്റിൽ ഒരു പോയിന്റാണ് കേട്ടോ. ഇത് പരസ്യത്തിലൊക്കെ, അതായത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ തന്നെ കാണിക്കുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ക്രീമി ആയിട്ടുള്ളൊരു സ്ക്രബ് പോലെയാണ് അതിൽ കാണാണ്ട്. ക്രീമി ആയിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പേസ്റ്റ് അല്ല, എന്നാലും ചെറിയൊരു ഇതുപോലെയായിരുന്നു. പക്ഷേ ഇത് ഫുള്ള് പൗഡർ പോലത്തെയാണ്. നല്ല മണമുണ്ട്, ചോക്ലേറ്റിൻ്റെ ചോക്കോ ഓറിയോയുടെ ഒക്കെ ഒരു മണം. പനറിൻ്റെ ചോക്കോ കാരമൽ ലിപ് സ്ക്രബാണിത്. സ്ക്രബ് എനിക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതൊക്കെ അത്രയും കാര്യങ്ങളാണ് ഞാനത് ഓർഡർ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേറൊന്നും ഫേക്കായിട്ടും തെറ്റിയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. അതും നല്ല ആപ്പാട്ടോ. ആപ്പിൽ ബ്രാൻഡായിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ട്രയലാണ് എനിക്ക് പിന്നെയും റേറ്റ് കുറവിന് തോന്നിയത്. ഒറിജിനൽ പ്രൊഡക്ട്സിനൊക്കെ ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയില്ല കേട്ടോ. അത്യാവശ്യം റേറ്റ് ഞാൻ വാങ്ങാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, റേറ്റ് ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ എനിക്കങ്ങനെ ഒരു കൂപ്പൺ മെസ്സേജായിട്ട് ഇങ്ങനെ സ്മിത്തൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ കൂപ്പൺ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു 15 രൂപയോ 25 രൂപയോ, ഞാൻ കറക്റ്റ് അതിൽ ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറവ് വന്നത്. അല്ലെങ്കിൽ ഞാൻ വാങ്ങില്ലായിരുന്നു. 245 രൂപ കൊടുത്തിട്ടൊന്നും ഇത്ര സാധനം വാങ്ങില്ല. ഞാൻ ജസ്റ്റ് ട്രയൽ ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ശരിയാണ്. പലർക്കും 0 ട്രയൽ പോയിന്റ് വരെ വെച്ചിട്ട് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാം. ട്രയൽ പോയിൻ്റായിട്ട് കൂടിയുള്ളത്. അപ്പോൾ സ്മിറ്റൻ എനിക്കിഷ്ടമായി. ഇനിയിപ്പോൾ പിന്നെ നമ്മൾ ഈ വാങ്ങിച്ച പ്രൊഡക്ട്സിന് നമ്മൾ ഡെലിവേർഡ് ആയി കഴിയുമ്പോൾ അപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ വരും റിവ്യൂ ഇടുക എന്ന് പറയും. റിവ്യൂ എല്ലാത്തിനും നമ്മൾ ജെന്യുവനായിട്ട് നമ്മൾക്ക് എന്താ അതിനെ പറ്റിയ റിവ്യൂ തോന്നുന്നത്, എന്താ അതിൻ്റെ സംഭവം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് $5 കിട്ടും. അങ്ങനെ $500 ആണെന്ന് തോന്നുന്നു. ഇപ്പം എനിക്ക് 75 ബക്സ് ഉണ്ട്. കോയിൻസ് പോലെ, കോയിൻസിൻ്റെ ഒരു സിമ്പിളിലാണ് കിടക്കുക, ബക്സ് ഉണ്ട്. അത് 500 ആയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിനത് കുറയും. അങ്ങനെ എന്തോ ആണ് സംഭവം. ക്ലിയറായിട്ട് അറിയില്ല, അതിനെപ്പറ്റി പഠിക്കണം. ഞാൻ ട്രയലിൻ്റെ കാര്യം മാത്രം എനിക്കിപ്പോൾ സംഭവം ക്ലിയർ ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കും ഇങ്ങനെ തന്നെയാണോ കിട്ടുകയെന്ന് അറിയാം. 0 ട്രയൽ പോയിന്റ്സ് ഉണ്ടോ എന്നറിയാം. ഓക്കെ, ബൈ.